ഹലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്റ്റലിലുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് പാട്ട്, ഡാൻസ്, അങ്ങനെ കുറേ ശബ്ദമുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇതിലും അത് റെക്കോർഡാവും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടും ഇതൊക്കെ കേട്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു 3 സ്റ്റെപ്പ് ബോഡി കെയർ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്യുന്ന ബോഡി കെയറാണ്. എനിക്കങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതാക്കാനൊന്നും വലിയ താല്പര്യമില്ല. എനിക്കത് ഭയങ്കര എന്താ പറയുക, സിമ്പിളായിട്ട് കുറച്ച് പക്ഷേ നമ്മളെ ബോഡിക്ക് കുറച്ച് കെയറൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു സിമ്പിൾ ബോഡി കെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് എൻ്റെ ഒരു ബോഡി കെയർ ഞാൻ പറഞ്ഞുതരാം. അതും 3 സാധനം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം റിസൾട്ടും എന്താ പറയുക, അത്യാവശ്യം സ്കിന്നിലെ ടാന് മാറാനും അതുപോലെ തന്നെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിരിക്കും. അപ്പം ഈ 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജലദോഷമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് വലിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി കെയർ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും തുടക്കം തന്നെ നമ്മളൊരു ബോഡി വാഷ് ചെയ്യുക അല്ലെങ്കിൽ കുളിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നിർബന്ധമാണ്. അപ്പം ഡെയിലി കുളിക്കുന്നവരുണ്ടാവും. അപ്പോൾ തലയൊക്കെ ആണെങ്കിൽ വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ 3-4 പ്രാവശ്യം അങ്ങനെ കുളിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെ ബോഡി അങ്ങനെയല്ല, നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്നതാണ്. അപ്പം ഞാനായാലും ആരായാലും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാത്തവരുണ്ട്. ഞാനും ചില ഹോസ്റ്റൽ ടൈമിലൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ ഒരു ദിവസമൊക്കെ ചിലപ്പം കുളിക്കാണ്ട് അതൊന്നും ഇല്ല കൂട്ടണ്ട. അല്ലാണ്ട് നമ്മളിപ്പോൾ നമ്മളെ ബോഡി വാഷ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഒന്നിക്കൽ നമ്മളൊരു സോപ്പ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ബോഡി വാഷ് യൂസ് ചെയ്യും. ഇപ്പോൾ സോപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക, ബോഡിയിൽ മാത്രം യൂസ് ചെയ്യാം. നമ്മൾ ബോഡിയൊക്കെ കുറച്ച് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോപ്പുകൾ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നല്ലൊരു ബോഡി വാഷുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ബോഡി വാഷ് കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. ജസ്റ്റ് നമ്മളെ ബോഡി വെള്ളം ഉപയോഗിച്ച് കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകുക, അത് മാത്രമല്ല നമ്മളെ ബോഡി ഭയങ്കര നറിഷാക്കി വെക്കാൻ, അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ. ഇപ്പം നിങ്ങളെ ബോഡിയിൽ ഭയങ്കര ആക്നെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ല, അതൊക്കെ മാറാം. അതിനനുസരിച്ചുള്ള ബോഡി വാഷസ് ഉണ്ട്. അങ്ങനെ പല തരത്തിൽ ബോഡി വാഷസും സോപ്പും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ഡവിൻ്റെ ഈ ഒരു ബോഡി വാഷ്. ഇത് അത്യാവശ്യം നമുക്ക് ഡ്രൈ ഒക്കെ ആണെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ചൊരു സോഫ്റ്റൊക്കെ ആക്കി വെക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഞാൻ ഇവിടെ മാനന്തവാടി അങ്കപ്പം അവിടെ ഒരു ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആവും. കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി ഇങ്ങനെ ഒരു പൊടിയാൻ തുടങ്ങും, അങ്ങനത്തെ ഡ്രൈ ആവും. എൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് എനിക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സാധനം നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളെ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ബോഡി കെയറിൽ നല്ലൊരു നിങ്ങളെ ബോഡിക്ക് പറ്റിയൊരു ബോഡി വാഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സോപ്പാണെങ്കിലും അത് നല്ല നോക്കി മേടിക്കാൻ നോക്കാം. അപ്പോൾ ഈ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എക്സ്ഫോലിയേറ്ററെ കുറിച്ചാണ്. അപ്പോൾ ഒരു എക്സ്ഫോലിയേഷൻ എന്താണെന്ന് പലർക്കും അറിയില്ല. എനിക്കും പണ്ട് ഒരു ബോഡി കെയർ അല്ലെങ്കിൽ സ്കിൻ കെയറിൻ്റെ ഒരു തുടക്കത്തിൽ എക്സ്ഫോലിയേഷൻ എനിക്ക് അറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. എന്നാ സാധനം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡി എപ്പോഴും വെയിൽ കൊള്ളുന്നുണ്ട്, അല്ലാണ്ട് പൊല്യൂഷൻ അടിക്കുന്നുണ്ട്, അങ്ങനെ വല്ലാണ്ട് നമ്മളെ സ്കിന്നൊക്കെ ഡള്ളാവും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിലെ സെൽസൊക്കെ ഡെഡ് സ്കിൻ സെൽസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിക്ക് നമ്മളെ സ്കിന്ന് കുറച്ചുകൂടി വൃത്തിയിൽ ന്യൂട്രിയൻ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ആയിട്ടൊക്കെ വെക്കാൻ, അതുപോലെ തന്നെ ഡേർട്സ് ഒക്കെ പോക്കി നല്ലൊരു പുതിയൊരു ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്ത് പുതിയ സെൽസൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൽ ഈ സൺ ഡാമേജോ അതുപോലെ തന്നെ ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് സ്ക്രബായിട്ട് മേടിക്കാൻ കിട്ടും. ഇത് ഡവിൻ്റെ ഒരു സ്ക്രബാണ്. ഇത് എക്സ്ഫോലിയേറ്റിംഗ് ബോഡി പോളിഷാണ്. ഞാൻ യൂസ് ചെയ്യൽ. അപ്പം അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളെ വീട്ടിൽ പയറുപൊടി ഉണ്ടാവില്ലേ, പയറുപൊടി, അതായത് മറ്റേ ചെറുപയർ അങ്ങനെ തന്നെ മിക്സിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ചെറിയൊരു തരി ആയിട്ട് പൊടിച്ചെടുത്തിട്ട് ജസ്റ്റ് ബോഡി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിലിട്ട് ബോഡി സ്ക്രബ് ചെയ്താലും മതി. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ ബ്രൗൺ ഷുഗറും
മറ്റേ കോഫിയും അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ആയിട്ടുള്ള സ്ക്രബ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇതുപോലെ എക്സ്ഫോലിയേറ്റർ മേടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളെ ഒരു ബോഡി കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ഫോലിയേഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബോഡി കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്നല്ല, അത് ചെയ്യണം ശരിക്കും. നമ്മളെ ബോഡിക്ക് നമ്മളെ ഫേസിനും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബോഡി നമ്മൾ കെയർ കൊടുക്കണം. നെക്സ്റ്റ് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഞാൻ 3 സ്റ്റെപ്പ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം 3ാമത്തെ സ്റ്റെപ്പ്, ആദ്യം നമ്മൾ കുളിച്ചു, ബോഡി വാഷ് ഇട്ട് കുളിച്ചു, ബോഡി എക്സ്ഫോലിയേറ്റ് ചെയ്തു. 3ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ ബോഡി മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ നോക്കുക. നമ്മൾ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത അന്നാലും തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡി. നമ്മൾ കുളി കഴിഞ്ഞാൽ അന്നാലും തന്നെ ഒരു ബോഡി ലോഷനോ ബോഡി ബാമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമ്മളെ ബോഡി ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ നോക്കാം. അതിന് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഗ്ലൂട്ടാഹയൻ്റെ സാധനമാണ്, ഈ വാസലിൻ്റെ. ഇതെനിക്കിഷ്ടമാണ്. ഇത് അത്യാവശ്യം എന്താ പറയുക, നല്ലോണം ബോഡീനോട് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന സാധനം. വലിയൊരു മോയ്സ്ചറൈസിങ് ഒന്നും തരുന്നില്ലെങ്കിലും സാധനം കൊള്ളാം. ഞാൻ ഇപ്പം ഇതാ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ലോഷനായിട്ട് നിവ്യേൻ്റെത് അല്ലെങ്കിൽ വേറെ ഒരുപാട് കമ്പനീൻ്റെ ബോഡി ലോഷൻസ് കിട്ടും, അത് മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അലോവേര ജെല്ലായാലും മതി. ഇപ്പോൾ കാലിലും കയ്യിലൊക്കെ ഇടുകയാണെങ്കിൽ അലോവേര ജെല്ലായാലും മതി. നിങ്ങൾ എന്താക്കാം, ബോഡി നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ നോക്കുക. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളെ ബോഡി കെയറിൽ കുറച്ചെങ്കിലും ഒരു ചെറിയ, വലിയ കെയറൊന്നും നല്ലത്, എന്നാലും ഒരു ചെറിയ രീതിയിൽ നമ്മളെ ബോഡീനൊക്കെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ട്, ഒരു മനസ്സമാധാനം കിട്ടും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ 3 സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ബോഡി കുറച്ചെങ്കിലും നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അല്ലാണ്ട് ഇപ്പം ബോഡി കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പ്, എന്നപ്പോൾ ഒരു കുളിക്കാനൊക്കെ 16 സ്റ്റെപ്പ് എടുത്ത് കുളിക്കുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിക്കും. അങ്ങനത്തെ ഉള്ളവരും ഉണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ട, ഇതിനൊന്നും കഴിയൂല. ജസ്റ്റ് ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്ന് ബോഡി കെയറൊക്കെ ചെയ്യണം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഇല്ലാണ്ട് നിൽക്കില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ബോഡി കുറച്ചുകൂടി ഒരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ നല്ല ടാനൊക്കെ റിമൂവ് ആക്കി, കുറച്ചൊരു മോയ്സ്ചറൈസ് ആക്കി, അങ്ങനെ കുറേ നമുക്ക് തന്നെ ഫീൽ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. പെട്ടെന്നൊന്നും നമുക്കിപ്പോൾ ടാൻ റിമൂവൽ, ഇപ്പോൾ സ്ക്രബൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് 2 or 3 പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വരും. എന്നാലൊക്കെ ചിലപ്പോൾ നമുക്ക് ടാനൊക്കെ റിമൂവ് ആകും. അതുപോലെ ഓരോ സാധനത്തിനും അതിന് ഇതൊക്കെ. പിന്നെ ബോഡി ലോഷൻസ് എന്നും അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ കുളിക്കുന്നോല് എന്നും ബോഡി വാഷൊക്കെ ഇട്ടൊക്കെ കുളിക്കുക. അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ബോഡി നല്ലോണം മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ നോക്കാം. പിന്നെ ഈ മോയ്സ്ചറൈസ് ആക്കി വെച്ചാലുള്ള മെയിൻ ഒരു നല്ലൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഇപ്പം ജിമ്മിൽ പോകുന്നവരാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ പ്രഗ്നൻസി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എല്ലാവരുടെ ബോഡിയിലും ഇപ്പം നമ്മൾ എടുത്താക്കാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ട്രെച്ച് മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഇവിടെ കയ്യിൽ, ഞാൻ ജിമ്മിൽ പോയ ടൈമിലൊക്കെ ഇവിടെ കയ്യിൽ ഫുൾ സ്ട്രെച്ച് മാർക്ക് ഇവിടെ ഇങ്ങനെ വന്നെങ്കിൽ ഷോൾഡറിൻ്റെ ഇവിടെ. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരില്ലേ, അവിടെ കുറച്ചുകൂടി ഒരു ന്യൂട്രിയൻ്റായിട്ട് കുറച്ചുകൂടി മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രക്ക് അങ്ങ് ആവൂലായിരുന്നു ഞാൻ വിചാരിച്ചിക്ക്. അതിന് ശേഷമാണ് ഞാൻ ഈ ബോഡി കെയർ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ സ്ട്രെച്ച് മാർക്ക് ആയാലും അങ്ങനത്തെ എന്തായാലും അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് നമ്മളെ ബോഡി മോയ്സ്ചറൈസ് ആക്കി വെച്ചാൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.